സുഖേട്ടാ, ഇന്നലെ പോയ പണിയുടെ കാര്യമൊന്നും നടന്നില്ല. ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? എല്ലാവരുടെ കാര്യം എങ്ങനെയാ? സ്റ്റാൻഡ് നിറയെ വണ്ടികളാണ്. ഒരു ഓട്ടം കിട്ടിയാലായി, ഇല്ലെങ്കിലായി. എന്തായാലും ഒന്ന് പോയി നോക്കണം സുഖേട്ടാ. നമ്മളെ സിനിമാ നടൻ എഴുന്നേക്കില്ലേ? എഴുന്നേൽക്കും. രാവിലത്തെ കാപ്പിയുടെ മണം മൂക്കിലടിച്ച അത് എഴുന്നേൽക്കും. സുഖേട്ടാ എവിടെ പോയി കിടക്കും? വീട്ടിലെ വീട്ടിലെ അന്നല്ലോ പറയുവാനാണ് സുഖേട്ടാ. നടക്ക് കാക്കായാലേ എടാ പീറ്ററെ, നീ അവനെ കളിയാക്കൊന്നും വേണ്ട. നാളെ ലോകം അറിയുന്ന ഒരു കലാകാരനായി മാറും അല്ലേടാ? മാറട്ടെ. അപ്പൊ നമ്മളെ സിനിമയിൽ എടുത്തേ സുഖേട്ടാ. പോയി മോനെ ഇരിക്കുക. ഹലോ ഹരി സാറേ, ഞാൻ ഇപ്പൊ എത്തും. ആറ്റിക്കലല്ലേ? 1/2 മണിക്കൂറിലെത്താം. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു. ചേട്ടാ, ഫോണൊന്നും എടുത്തോട്ടെ. എന്താ ഇന്നലെ പോയ കാര്യം? ഇന്നലെ പറഞ്ഞ കാര്യം ഓക്കെ. ഞാനിപ്പോ സൈറ്റില്ല, നമ്മുടെ ഷിജിമേശ്വരിയുടെ വർക്ക്ഷോപ്പിലാ. ഞാൻ പറഞ്ഞില്ലേടാ, ദൈവം നമ്മളോടൊപ്പാ. അപ്പം വൈകിട്ടത്തെ കാര്യം? അതും എന്റെ മണ്ടയിലല്ലേ? അതെന്നത്തെ പോലെ ചേട്ടന്റെ ഇഷ്ടം. ശരി, ഓട്ടോ ഒന്നുമില്ല, ഞാൻ വരാം.
നേരത്തെ ആണല്ലോ, കോളേജിൽ പോണ്ടേ? ആഴ്ചയും ദിവസം പോലെ ഓർമ്മയില്ലേ മനുഷ്യ. ഇന്ന് സൺഡേ ആണ്. മണ്ട. ഞാനതങ്ങ് മറന്നുപോയി. കളിയാക്കിയത് വേണ്ട, നീയാ മരമണ്ടി. ഇന്നലെ ഇല്ലാത്ത പൈസ തുടങ്ങി. ആ പീറ്റർ അറിയാതെ സുഖമായിട്ട് പൈസയും വാങ്ങി, എന്നിട്ട് ഒന്നും നടന്നില്ല. പടച്ചോനെ, എന്നാ ഞാനൊരു നടനാവുക? അവൻ വേറെ ഏതാ ലോകത്തങ്ങണ്ട. എടാ പീറ്ററെ, ഇന്ന് നിനക്ക് ജോലി കിട്ടിയതല്ലേ, ആ പൈസ എത്തിക്കടാ. സിനിമടാ, നിങ്ങൾ വന്നേ. എന്തു പറ്റില്ല? എന്തു പറ്റി മോനെ? സുഖേട്ടാ, ഓരോ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഓരോ പ്രതീക്ഷയോടെയാണ്. പക്ഷേ ഒഴിച്ചു കൊള്ള, എല്ലാം ശരിയാവും. അല്ലാതെ എവിടെ പോവാനാ? ഓക്കെ. ഹലോ, ആ അതെ, പൈസ സാർ. ആണോ? സത്യമാണോ? ഓക്കെ സാർ, ഞാൻ ഇങ്ങനെ വരാം സാർ. എന്താണ് രാവിലെ കിടന്ന് നിലവിളിക്കുന്നത്? സുഖേട്ടാ, വീട്ടിലെ ആ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചിരുന്നു. ഇന്ന് തന്നെ ബാംഗ്ലൂർ ചെല്ലാന്നാ പറഞ്ഞു. ഓളടിച്ചല്ല. സന്തോഷമായതാ, സന്തോഷമായ. നീ വിജയിച്ചു വരും. പൈസ എന്റെ കയ്യിൽ നിനക്ക് തരാൻ വേറെ ഒന്നുമില്ല. വീട്ടിൽ പോകാൻ നേരം അനിയന് വേണ്ടി വാങ്ങി. നീയും എന്റെ അനിയന. സുഖേട്ടാ, പീറ്ററെ, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഞാൻ ഈ വിവരം ഗൗരിയോടുകൂടി പറഞ്ഞിട്ട് വരാം. പോയിട്ട് വേടാ. ഹലോ, എന്തു പറ്റി ഒരു വിഷമഭാവം? ഞാൻ പറഞ്ഞില്ലേ ഗൗരി, ഒന്നും ശരിയാവുന്നില്ല. എത്ര നാളായി തുടങ്ങി അലച്ചില്ല. സുഖേട്ടനും പീറ്ററും ഇല്ലായിരുന്നെങ്കിൽ പട്ടിണിയായേനെ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ശരിയാകും. നിങ്ങൾ ലോകം അറിയുന്നൊരു വലിയ കലാകാരനാകും. ഞാൻ എന്നും ഈശ്വരനോടത് പ്രാർത്ഥിക്കാറുണ്ട്. വിഷമിക്കണ്ട. അതൊക്കെ വെറും സ്വപ്നമാവുന്ന എനിക്ക് തോന്നുന്നു. 2 ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ വരെ പോകണം. കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല. സുഖേട്ടനോട് ചോദിക്കാന്ന് വെച്ചാൽ ഓട്ടോ ഇല്ല. വിഷമിക്കാതെ, ചെന്നൈയിൽ പോകണം, വലിയ നടനാകണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. ഇത് കൊണ്ടുപോയി രക്ഷപ്പെട്ട് ചെന്നൈ പോയി വലിയ നടനായി വരണം. ഞാനിവിടെ കാത്തിരിക്കും. സുഖേട്ടാ, ഗൗരിയെ കണ്ടു, യാത്രയും പറഞ്ഞു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളുടെയൊക്കെ ആരാ? എവിടെ നിന്നോ കടന്നു വന്ന 3 പേരാണ് നമ്മൾ. സ്വന്തം കുടുംബത്തെ പോലെ കഷ്ടപ്പാട് അറിയിക്കാതെ ഈ വാടക വിട്ടു. എന്തിനാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്?
കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും മോനെ. പരസ്പരം അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് ബന്ധങ്ങൾ വളരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കാറില്ല. നീ ഉയരങ്ങളിലെത്തും, നാളറിയപ്പെടുന്ന വലിയൊരു നടനാകും. എടാ പൈസി, ഞാൻ നിന്നെ കളിയാക്കുന്നത് നിന്റെ ഉള്ളിൽ വാശി ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. ചില വാശികൾ നമ്മുടെ ജീവിതം ലക്ഷ്യത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. പോയിട്ട് വേണം മോനെ.